ഫ്രണ്ട്സ്, നമസ്തേ. ഇന്ന് പയറും മത്തയിലയും കൂട്ടിയിട്ട് തോരൻ വെക്കുന്നത് എങ്ങനെയെന്ന് ഒരുപാട് പേര് സംശയം ചോദിച്ചിരുന്നു. കറി വെക്കുന്നൊന്ന് കാണിച്ചു തരണമെന്ന്. അപ്പോൾ ഇന്ന് തോരൻ വെക്കുന്നത് മത്തയില. വൈറ്റമിൻ സി ആൻഡ് എ, ബി കോംപ്ലക്സ് ധാരാളം ഉണ്ട്. അതുപോലെ തന്നെ നാരുകൾ അടങ്ങിയ മത്തയില എന്നും കഴിക്കാൻ പറ്റും, വളരെ നല്ലതാണ്. ഓക്കെ, വൈറ്റമിൻ കലവറയാണ്. ഓക്കെ, എങ്ങനെയാണ് കറി? എങ്ങനെയാണ്? ഏറ്റവും ഈസിയാണ്, ഈസി മെത്തേഡാണ്. ഏറ്റവും എളുപ്പത്തിൽ കുറച്ച് മത്തയില കഴുകി വൃത്തിയാക്കി പൊടി പൊടിയായി അരിഞ്ഞത്. ഓക്കെ, നാരുകൾക്ക് വന്നിട്ട് ഇത് ഇഞ്ചി, വെള്ളുള്ളി, കുറച്ച് ഉള്ളിയും കൂടിയിട്ട് ചതച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത് ഒരൽപ്പം പൊട്ടിച്ചു. അതിന് ശേഷം കറിവേപ്പില, ഇഞ്ചി ഒരൽപ്പം പടുള്ളൂ കേട്ടോ. വെള്ളുള്ളി കുറച്ച് കൂടുതൽ വേണം. ചെറിയ ഉള്ളി ഇട്ടതിന് ശേഷം അത് മൂത്ത് വരച്ച് മൂപ്പിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്താൽ മതി. കണ്ടത് വേഗം കുക്കാവും. ഒരൽപ്പം മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഷുഗറും പ്രഷറും ഉള്ളവർക്കൊക്കെ കഴിക്കാം, നല്ലതാണ്. ഇത് കയ്പൂല, ധാരാളം ഫൈബർ ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഏറ്റവും ഈസി വേണം, അതായത് പയറ് വേവിച്ചില്ല, ഇങ്ങനെ കുക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് ആവശ്യം പോലെ ഉപ്പിട്ട് വേവിച്ച പയറാണ് വൻപയർ. കണ്ടോ? അതിനുശേഷം പയറിപ്പിടാൻ പാടില്ല. ഇപ്പോൾ മത്തയില ഉപ്പിടാനും പാടില്ല. കുക്കായതിന് ശേഷം ഇലക്കറികളിലൊക്കെ കുക്കായതിന് ശേഷം ഉപ്പിടാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു കയ്പ്പ് വരും. ഓക്കെ, ഇതാണ് എൻ്റെ പ്രത്യേകത. ഒരല്പം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ അങ്ങനെ തൂവി കൊടുക്കാം, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഒഴിക്കുകയില്ല, തീരെ വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടപ്പെട്ട എല്ലാവരും കാണുന്നില്ലേ, ചാനൽ കാണുന്നില്ലേ, എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നല്ല നല്ല കമൻറ്റുകൾ ഇടണം, ഷെയർ ചെയ്യണം. സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഈ ചാനൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇത് കഴിഞ്ഞ ക്ലാസ് ഉണ്ട്, ഭക്ഷണം കഴിഞ്ഞ ക്ലാസ് ഉണ്ട്. അപ്പോൾ തിരക്കിനിടയിൽ നമുക്ക് എത്ര ജോലി തിരക്കുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കുക്കിംഗ് പഠിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സ്വാദിഷ്ടമായ ഇലക്കറികളായി, അതുപോലെ തന്നെ ചിക്കൻ കറിയുണ്ട്, റോട്ടി, പിന്നെ ചോറ് വേവിച്ചിട്ടുണ്ട്. ഈസി ചിക്കൻ കറിയാണ്, അതൊരു ദിവസം കാണിക്കാമേ. കുറച്ച് നേരം ഇങ്ങനെ മാറ്റണം. ഇതിലൊരു കണ്ട തീ കുറച്ചിട്ടിട്ട് വേവിക്കണം. കുക്കായതിന് ശേഷം നമുക്ക് വൻപയർ ഉപ്പിട്ടതാണ് കുറച്ചിടാം. തേങ്ങ ആവശ്യമുള്ളവർക്ക് തേങ്ങയും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ചിലപ്പോൾ മുട്ട ചേർക്കണമെങ്കിൽ മുട്ട ചേർക്കാം. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേർക്കാം. പയറിന് പകരം പരിപ്പിട്ട് തോരൻ വയ്ക്കാം. എല്ലാം മുന്നേ കുക്ക് ചെയ്യണമെന്ന് മാത്രം. കാരണം ഇല്ല വാടിയിട്ട് പയർ വേവിക്കാനോ അല്ലെങ്കിൽ പരിപ്പ് വേവിക്കാനോ ഒന്നും നിൽക്കാൻ ടൈം ഉണ്ടാവില്ല. ഇതിൽ പെട്ടെന്ന് കുക്കാവും. അതിന് ശേഷം വേവിച്ച് വെച്ച പയറോ മുട്ടയോ ഏതെങ്കിലും ഒന്ന്, അത് ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നു. പയറോ പരിപ്പോ എന്ത് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം. നല്ല തോരലാണ്. ഒരു അല്പം പോലും കയ്പുണ്ടാവില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇലക്കറികളിലെ ഏറ്റവും നല്ല ഇലക്കറിയാണ് മത്തൻ.
നമ്മൾ കർക്കിടക മാസത്തിൽ പത്തില കഴിക്കില്ലേ, അപ്പോൾ മാത്രം മത്തൻ, കുമ്പളം, അങ്ങനെയുള്ള ചേമ്പില, ചേനയില ഇതൊക്കെ തോരൻ വെച്ച് കഴിക്കുക. പക്ഷേ ഈ മത്തയില എപ്പോഴും നമുക്ക് കഴിക്കാൻ സാധിക്കും. നല്ലതാണ്, വയറിനും നല്ലതാണ്. അതുപോലെ വായിൽ ബി കോംപ്ലക്സിൻ്റെ ഇത് കുറവുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. ഓക്കെ ഓക്കെ അത് കുക്കായി. ഓക്കെ, ഇതെങ്ങനെയാണ് അറിയാമെങ്കിൽ ഇതിങ്ങനെ വാടി ചുരുങ്ങും. ഇനി ഒരല്പം ഉപ്പ് ചേർക്കുക, കുറച്ച് മാത്രം. അതായത് പയറിൽ നമ്മൾ ഉപ്പിട്ട് ഉപ്പ് ചേർത്തു. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പയറിന് പകരം എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ, ഓപ്ഷണലാണ്. പയർ എനിക്കിഷ്ടമാണ്, കുറച്ച് ചേർക്കാം. അതിൽ വെള്ളം വറ്റി കഴിഞ്ഞാൽ തോരൻ റെഡി. എത്ര വേഗം നമുക്കൊരു തോരൻ ഉണ്ടാക്കി കഴിക്കാം. കഞ്ഞിക്കൊപ്പോ ചോറിനൊപ്പോ എല്ലാം നല്ലതാണ്. ഓക്കെ, വെറുതെയും കഴിക്കാം. ഈ തോരൻ കട്ടൻ ചായയുടെ ഒപ്പം കഴിച്ചു നോക്കി, വളരെ നല്ലതാണ്. ഓക്കെ, ബൈ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും വീണ്ടും പറയണു, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നല്ല നല്ല കമൻറ്റുകൾ അറിയിക്കണം. ബൈ. അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും വരും.